നമ്മളൊക്കെ ഈ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെയൊക്കെ ഗ്രാൻഡ് പേരൻസിനെ ഓർത്ത് അവരിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കൈവന്നിട്ടുള്ള ഓരോ അനുഗ്രഹങ്ങളെയും നന്മകളെയും വിശ്വാസത്തെയും ഒക്കെ ഓർത്ത് നന്ദി പറയേണ്ട ദിവസങ്ങളാണ്. ഈ ഇടവക കൂട്ടായ്മയിൽ, ഈ ഇടവക ദേവാലയത്തിൻ്റെ ഉള്ളിൽ വിശുദ്ധ അന്ന പുണ്യവതിയുടെയും വിശുദ്ധ യോവാക്കിൻ്റെയും നാമധേയം സ്വീകരിച്ചിരിക്കുന്ന എല്ലാ മക്കൾക്കും ഈ നാമധേയ തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ആശംസിക്കുകയാണ്. ഞാൻ കേട്ടതനുസരിച്ച് ഈ ദിവസങ്ങളിലൊക്കെ ഈശോയുടെ തിരുരക്തത്തെക്കുറിച്ച് പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ബഹുമാനപ്പെട്ട വൈദികരെല്ലാം വന്ന് ഏറെക്കുറെ സംസാരിച്ചിട്ടുള്ളതെല്ലാം ഈശോയുടെ തിരുരക്തത്തെക്കുറിച്ചാണ്. അതിലുപരി ഞാനിവിടെ കടന്നു വരുമ്പോൾ കണ്ടത് തിരുരക്ത ജപമാല ചെല്ലുന്നതാണ്. അതിലേറ്റവും കൂടുതൽ എന്നെ സ്പർശിച്ചത് ഈശോയെ അവിടുത്തെ തിരുഹൃദയത്തിലെ തിരുമുറിവുകളെ ഉണക്കണമേ എന്നാണ്. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഈ തിരുമുറിവുകൾ ആര് കൊടുക്കുന്നതാണ് ഈശോയ്ക്ക്? വിശുദ്ധ ഫൗസ്റ്റീന പുണ്യവതിയോട് പറയുന്നുണ്ട്, മനുഷ്യരാശി എൻ്റെ ഹൃദയത്തിന് ഏൽപ്പിക്കുന്ന മുറിവുകൾ ഒത്തിരിയാണ്, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ സഭാസ്ഥാപകനായ വാഴ്ത്തപ്പെട്ട തോമസ് മരിയ കുസ്കോ പറഞ്ഞു വെക്കുന്നു, ദൈവത്തെ സ്വന്തമാക്കാൻ വലിയ കഴിവൊന്നും വേണ്ട, പിതാവ് പറയുന്ന വലിയ സിദ്ധിയൊന്നും വേണ്ട, സ്നേഹമുള്ള ഒരു ഹൃദയം മാത്രം മതി. ഈ ഹൃദയത്തിന് ഏൽക്കുന്ന മുറിവുകളാണ് നമ്മുടെ ജീവിതത്തെ മുഴുവനും തകിടം മറിക്കുന്നത്. എൻ്റെ ജീവിത പങ്കാളി എന്നോട് സംസാരിച്ചത് കേട്ട് എൻ്റെ ചങ്ക് പൊട്ടിപ്പോയി. എൻ്റെ കൂടെ പ്രവർത്തിക്കുന്നവൻ്റെ നോട്ടം എന്നെ അങ്ങ് ദഹിപ്പിച്ച് കളഞ്ഞു. എൻ്റെ ഹൃദയത്തിൽ ഏറ്റൊരു മുറിവ് പോലെയായി പോയത്. എൻ്റെ മക്കൾ എന്നോട് പെരുമാറുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ എവിടെ നടക്കുന്നതാണ്? ഹൃദയത്തിൽ നടക്കുന്ന പരിപാടിയാണ്. ഇന്നത്തെ പ്രത്യേക നിയോഗം എന്താണ്? മാനസാന്തരം. ഈ മാനസാന്തരം നടക്കേണ്ടത് എവിടെയാണ്? ജീവിതത്തിൻ്റെ പുറമോടികളിലൊന്നുമല്ല, ജീവിതത്തിൻ്റെ അകത്ത്, അത് ഹൃദയത്തിനകത്ത് നടക്കണം. ഞാനും നിങ്ങളും ഹൃദയത്തിൽ ഒരു പരിവർത്തനം നടത്താൻ സ്വയം തീരുമാനിച്ചാൽ ഈ മുറിവുകളെല്ലാം ഉണങ്ങും. നമ്മുടെയൊക്കെ കുഴപ്പം എൻ്റെ മുറിവ് ഉണങ്ങരുത്, മറ്റുള്ളവരുടെ മുറിവ് ഉണങ്ങണം. മറ്റുള്ളവർ എന്നോടൊന്നും ചെയ്യരുത്, അവർ ചെയ്യുന്നതിലെ കുഴപ്പം, ഞാൻ ചെയ്യുന്നതിലല്ല, ഞാൻ കറക്റ്റാണ്. ഇവിടെയാണ് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 16-ാം തിരുവചനം പറയുന്നു, എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ ലഭിക്കുവാൻ തക്കവിധം തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. എന്താണ് നമ്മുടെ ജീവിത ലക്ഷ്യം? ലോകത്തില് ഏറ്റവും വിലപിടിപ്പുള്ള കാറ് വാങ്ങലാണോ? അത് ഡോക്ടർ ആകണോ? അത് എഞ്ചിനീയർ ആകണോ? ഇപ്പോഴത്തെ പുതിയ ട്രെൻഡാണ് നേഴ്സിംഗ് പഠിപ്പിച്ച് ജർമ്മനി, ഓസ്ട്രേലിയ അല്ലെങ്കിൽ ന്യൂസിലാൻഡ് എന്ന രാജ്യങ്ങളിലെല്ലാം മക്കളെ കടത്തിവിട്ട് പണം സമ്പാദിക്കുക. ഈ ലക്ഷ്യത്തിന് മാറ്റം സംഭവിക്കുമ്പോൾ ജീവിതത്തിന് അപകടം കടന്നുകൂടുന്നു. ഇന്നത്തെ നമ്മുടെ യുവജനങ്ങൾ എവിടെയാണ്? അന്യരാജ്യങ്ങളിൽ പഠിക്കാൻ പോയിരിക്കുക. യുവതി യുവാക്കളൊന്നും ഇല്ല നമ്മുടെ രാജ്യത്ത്. അന്യ രാജ്യങ്ങളിലേക്ക് പണം സമ്പാദിക്കാൻ പോയി മാതാപിതാക്കളിൽ നിന്ന് ചങ്കുരുകി പ്രാർത്ഥിക്കുകയാണ്. കുഞ്ഞുമക്കളെ ചേർത്ത് പിടിക്കേണ്ട സമയത്ത് ചേർത്ത് പിടിക്കാൻ സാധിച്ചില്ലെങ്കിൽ അപകടം നമ്മുടെ കുടുംബത്തിലേക്ക് വന്നു കയറുമ്പോൾ വിഷമിച്ചിട്ട് കാര്യമില്ല. വീണ്ടും ഞങ്ങളുടെ സഭാപിതാവ് ഏറെ നേരം പ്രാർത്ഥിക്കുന്നത് കുരിശ് ചുവട്ടിലാണ്. ആ ഈശോ നമുക്ക് വേണ്ടി സ്നേഹത്താൽ ചിന്തിയ ആ തിരുരക്തത്തിന്റെ വില ഒരു മനുഷ്യന് പോലും വർണ്ണിക്കാൻ പറ്റില്ല. എഴുതി തീർക്കാനോ എഴുതി പിടിപ്പിക്കുവാനോ സംസാരിച്ച് തീർക്കുവാനോ സാധിക്കില്ല നമുക്കൊന്നും. കാരണം ഈ ദിവസങ്ങളിലെല്ലാം നിങ്ങൾ കേട്ടതായിരുന്നെങ്കിലും എൻ്റെ എളിയ ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈശോയുടെ തിരുരക്തം സ്വയം ദാനത്തിൻ്റെ അടയാളമാണ്. സ്വയം ദാനത്തിൻ്റെ എന്ന് പറഞ്ഞാൽ പുതിയൊരു ട്രെൻഡ് പോലെ കിഡ്നി ദാനം ചെയ്യുക,
അല്ലെങ്കിൽ അവയവ ഡൊണേഷൻ, ഓർഗൻ ഡൊണേഷൻ പുതുമയൊന്നുമല്ല നമുക്ക്. പക്ഷെ ആരൊക്കെ ശരീരത്തിന് മുഴുവൻ അവയവവും മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കും? 2 കിഡ്നി ഉള്ളവൻ 1 കിഡ്നി കൊടുക്കും, നല്ല ലിവർ ഉള്ളവൻ അല്പം കൊടുക്കും. തനിക്ക് വേണ്ടി മാറ്റിവെക്കാതെ എൻ്റെതായ സ്വന്തം, എൻ്റെ ജീവിതത്തിന് വേറെ കുഴപ്പമൊന്നും പറ്റില്ല എന്ന് ഉറപ്പുവരുത്താതെ ആരാണ് മറ്റുള്ളവർക്ക് വേണ്ടി പകർന്നു നൽകുക? അത് നമ്മുടെ തമ്പുരാൻ മാത്രമേ ഉള്ളൂ. അവസാനത്തുള്ളി രക്തം വരെ തന്നു. ബഹുമാനപ്പെട്ട ബെൻസിനച്ചൻ പറഞ്ഞതുപോലെ മൽക്കൂസ് എന്ന പടയാളി അത് നമ്മുടെയൊക്കെ പ്രതീകമാണ്. ഈശോ മരിച്ചു കഴിഞ്ഞെന്ന് ഉറപ്പായിട്ടും വീണ്ടും ഒരു ഉറപ്പാക്കാനുള്ള തിടുക്കം കൊണ്ട് കുന്തം കൊണ്ട് വിലാപ്പുറത്ത് കുത്തി നോക്കി മരിച്ചു എന്ന് ഉറപ്പാക്കാനാണ്. അന്ധനായ ആ മൽക്കൂസ് എന്ന പടയാളിയെ യേശു ചെയ്തത് എന്താ? തൻ്റെ അവസാനത്തുള്ളി രക്തം ആ തിരുജലത്താൽ അവന്റെ കണ്ണിന് കാഴ്ച നൽകി. അതാണ് നമ്മുടെ യേശു. ഓരോ ദിവസവും പ്രഭാതത്തില് ഈ ബലിപീഠത്തിന്റെ അരികേക്ക് വന്ന് നമ്മൾ ഈ മൽക്കൂസ് എന്ന പടയാളിയെ പോലെയാ ഈശോയെ കുത്തി നോക്കും. പിടഞ്ഞ് ഓരോ ദിവസവും ആ ബലിയർപ്പണം ഈ അൾത്താരയിൽ ആവർത്തിക്കപ്പെടുന്നുണ്ട്. നമ്മളൊക്കെ വന്ന് ഈ അൾത്താരയുടെ അരികിലിരുന്നു കൊണ്ട് എൻ്റെ മകൾക്ക് ജോലി ശരിയാവണം, എൻ്റെ രോഗം മാറ്റിത്തരണം, എൻ്റെ അയൽവക്കക്കാർ അത്ര ശരിയല്ല, അല്ലെങ്കിൽ ഞാൻ ജോലി ചെയ്യുന്ന പ്രവർത്തന മേഖലകളിൽ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്, എൻ്റെ കുഞ്ഞിന് വിദേശത്ത് പോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. വന്ന നിമിഷം മുതൽ പോകുന്ന നിമിഷം വരെ യാചിച്ചുകൊണ്ടേയിരിക്കും. എനിക്കൊരു വിശുദ്ധമായ ജീവിതം വേണം, വിശുദ്ധി നിറഞ്ഞ ജീവിതം വേണമെന്ന് ആരെങ്കിലും പ്രാർത്ഥിക്കാറുണ്ടോ? പ്രാർത്ഥിച്ചാൽ യാചിക്കുന്ന മനുഷ്യനാകാതെ സ്നേഹിക്കുന്ന മനുഷ്യനായാൽ തമ്പുരാൻ ഇടപെടും. മാനസാന്തരം ഉറപ്പാണ്. അല്ലെങ്കിൽ പരീക്ഷിച്ചു നോക്കിക്കോ. അതുപോലെ തന്നെയാണ് ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഈശോയുടെ തിരുരക്തം നമ്മുടെ രക്ഷയുടെ അടയാളമായി മാറണം. രക്ഷയുടെ അടയാളം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീണ്ടെടുപ്പിന്റെ, നമ്മൾ വില കൊടുത്ത് വാങ്ങിയതിന്റെ അടയാളമാണ് ഈശോയുടെ തിരുരക്തം. എന്നെയും നിങ്ങളെയും ലോകം മുഴുവനെയും പാപത്തിൽ നിന്ന് വീണ്ടെടുത്തതിനാണ് ഈ തിരുരക്തം. എന്നാൽ പാപം എന്നാൽ എന്താ? ഇന്ന് ആരും പാപം ചെയ്യുന്നില്ല. ഇതൊക്കെ പാപമാണോ? എന്ത് ചെയ്താലും അത് പാപമല്ല എന്ന രീതിയിലാണ് നമ്മുടെയൊക്കെ നടപ്പ്. സ്നേഹത്തിനെതിരായി ചെയ്യുന്നതെല്ലാം പാപമാണ്. കാരണം നമ്മളൊക്കെ ഉണരുമ്പോൾ തന്നെ പണ്ടത്തെ കാരണവന്മാർ പറയുന്നത് പോലെ വിശുദ്ധ കുരിശ് വരച്ച് നമ്മളെ മുദ്ര ചെയ്യണം. തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം, ഞങ്ങളുടെ തമ്പുരാനെ എന്ന് വിളിച്ചായിരിക്കണം നമ്മുടെ ജീവിതം ആരംഭിക്കേണ്ടത്. മുദ്ര ചെയ്യണം നമ്മളെ. അതുപോലെ തന്നെ ഈ തിരുരക്തത്തിന്റെ പ്രതിഷ്ഠമായ തിരുരക്ത മക്കളോട് പറയണമെന്ന് ആവശ്യമില്ല. തിരുരക്തത്തിന്റെ സംരക്ഷണം ചൊല്ലാത്ത ഒരു ദിവസം പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. നമ്മൾ എഴുന്നേറ്റ് പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ തിരുരക്ത പ്രാർത്ഥന ചെയ്തിരിക്കണം. എന്താണ് തിരുരക്ത പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുന്നത്? ഈശോയെ, എനിക്ക് ചുറ്റും കോട്ട കെട്ടി എന്നെ സംരക്ഷിക്കണമേ. എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെ, ചിന്ത, ഭാവന, ബുദ്ധി, ഓർമ്മശക്തി, കൽപ്പനാശക്തി എല്ലാത്തിനെയും അവിടുത്തെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. ഒപ്പം പ്രാർത്ഥിക്കും, ഞാൻ സഞ്ചരിക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും എല്ലാം ഈശോയെ അങ്ങൻ്റെ കൂടെ ഉണ്ടായിരിക്കണമേ. അങ്ങനെ പറയുമ്പോൾ എന്ത് സംഭവിക്കും? സാത്താൻ ദൂരെ ഓടും, ഈശോ കൂടെ വരും. ഇത് പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മുടെ ജീവിതം നമുക്ക് ആരംഭിക്കാനായിട്ട്. ഇങ്ങനെ ജീവിതം ആരംഭിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ ജീവിതം ആരംഭിക്കണമെങ്കിൽ നാം ചെയ്യേണ്ട വേറൊരു കാര്യമുണ്ട്. നാം ഈശോയുടെ തിരുരക്തത്തെ സ്നേഹിക്കണം, അല്ലെങ്കിൽ പ്രണയിക്കണം. ഈ പ്രണയം, സ്നേഹം എന്നൊന്നും പറയുന്നത് ഈ പുതുതലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. നന്നായി അറിയാം. ഓൺലൈനിലൂടെ പ്രണയിക്കാനും ചാറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നേരിട്ട് സ്നേഹിക്കാനും പ്രേമിക്കാനും ഒക്കെ അറിയാവുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിലൊന്നും തെറ്റില്ല. രക്തം എന്ന് പറഞ്ഞാൽ ജീവനാണ്. ആ രക്തം വാർന്നു പോകുമ്പോൾ നമ്മൾ മരണപ്പെട്ടതിന് തുല്യമാണ്. ഈ പ്രണയിക്കുന്ന വ്യക്തികളെല്ലാം ചെയ്യുന്നത് എന്താ? ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി
ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുമാറ് കൂടെ ആയിരിക്കാൻ, ചെയ്തു കൊടുക്കാൻ, എപ്പോഴും വിളിച്ച് സംസാരിക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കും. അതുപോലെ തന്നെ ഈശോയുടെ തിരുരക്തത്തെയും പ്രണയിക്കണം, സ്നേഹിക്കണം. ഈശോയുടെ തിരുരക്തത്തോട് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഈശോയെ, ഈശോയുടെ തിരുരക്ത അഭിഷേകത്താൽ എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. കൂടെ ആയിരിക്കണം. ദേവാലയങ്ങളിലൊക്കെ ഓടി വരുമ്പോൾ, ഈ ഒരു സ്മരണയോടുകൂടി വരുമ്പോൾ ഈശോയ്ക്ക് അറിയാം നമ്മൾ എങ്ങനെ ജീവിക്കണേ എന്നുള്ള കാര്യം. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം. പക്ഷെ ഈശോ നമുക്ക് വേണ്ടി പാടുപീടേറ്റ് ഏറ്റവും കൂടുതൽ ആ കടോര നിമിഷങ്ങളിൽ പോലും അവസാനത്തുള്ളി രക്തം വരെ നമുക്ക് ചിന്തിയത് ഓർത്താൽ നമുക്ക് ഈശോയെ സ്നേഹിക്കാൻ സാധിക്കും. അതിന് സാധിക്കണം നമുക്ക്. ഈ ജൂലൈ മാസം നമ്മൾ തിരുരക്തത്തിന്റെ പ്രതിഷ്ഠിതമായി കൂടുതൽ പ്രാർത്ഥനകളും വിചിന്തനങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ ജൂൺ മാസം നാം തിരുഹൃദയത്തെ ഓർത്ത് പ്രാർത്ഥിച്ച മാസമായിരുന്നു. ഈ തിരുഹൃദയത്തിൽ നിന്ന് ലഭിക്കുന്ന വലിയ 2 നിധികളുണ്ട്. ഒന്ന് കരുണയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിച്ചു കേട്ടു, യജമാനൻ രാജസേവകനോട് കരുണ കാട്ടി. അവൻ യജമാനോട് പറയാൻ, ക്ഷമിക്കണം, എനിക്ക് തെറ്റുപറ്റി, കാരുണ്യം ലഭിച്ചു. പക്ഷേ സഹസേവകനോട് ചെയ്തത് എന്താ? വീണ്ടും കരുണയില്ലാതെ പെരുമാറി. അതാണ് മനുഷ്യരുടെ സ്വഭാവം. ഈശോ അതുപോലെ കരുണ ചൊരിഞ്ഞുകൊണ്ടിരിക്കുക നമ്മളോട്. ജീവിത പങ്കാളിയോട് കാരുണ്യത്തോട് പെരുമാറിയാൽ എന്താ? മക്കളോട് സ്നേഹത്തോടെ പെരുമാറിയാൽ എന്താ? വിശ്വസ്തയോടെ പ്രവൃത്തി മേഖലകളിൽ പ്രവർത്തിച്ചാൽ എന്താ? ഈ കാരുണ്യം നമുക്ക് ലഭിക്കും, ഉറപ്പാണ്. ഇങ്ങനെ മാനസാന്തരപ്പെട്ടെങ്കിൽ മാത്രമേ ഈശോയുടെ കരുണയ്ക്ക് നമ്മൾ അർഹരാവുകയുള്ളൂ. 2ാമത്തെ വലിയ നിധി എന്താണെന്ന് പറയുമോ? വിശുദ്ധ കുർബാന. സ്വന്തം ശരീരവും രക്തവും നമുക്ക് ദാനമായി നൽകിയ വിശുദ്ധ കുർബാനയിലൂടെ. ഇന്നത്തെ പുതിയ തലമുറ നമ്മളോട് ചോദിക്കാറുണ്ട്, എന്തിനാ പള്ളിയിൽ പോകുന്നത്? ഓൺലൈനിൽ കുർബാന കണ്ടാൽ പോരെ? എന്തിനാ കുമ്പസാരിക്കുന്നത്? ഓൺലൈനിൽ കുമ്പസാരിച്ചാൽ പോരെ? എനിക്ക് ഈ മക്കളോട് ചോദിക്കാനുള്ളത് ഒന്നേ ഉള്ളൂ. ഓൺലൈനിൽ ബുക്ക് ചെയ്ത് ഫുഡ് വാങ്ങിക്കും നിങ്ങൾ, അത് വീട്ടിലെത്തുമ്പോൾ സന്തോഷം തോന്നും. എന്നാൽ ഓൺലൈനിൽ ഫുഡ് ബുക്ക് ചെയ്യാതെ ഓൺലൈനിൽ ഫുഡ് കണ്ടിരുന്നാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? വല്ല ഫീലിങ്സ് ഉണ്ടോ? വിശപ്പടങ്ങോ? വേണ്ട. വെഡിങ്, ഇന്നത്തെ കല്യാണം ഓൺലൈനിലാക്കും. മാതാപിതാക്കൾക്ക് ഒത്തിരി ചെലവ് കുറഞ്ഞു കിട്ടും. വധുവരന്മാര് ഓൺലൈനിൽ കല്യാണം നടത്തിയാൽ മതി, 2 സ്ഥലത്തും ഇരിക്കട്ടെ. എന്തെങ്കിലും നടക്കുമോ? ഒരു പുതിയ കുടുംബത്തിന് രൂപം കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അത് തന്നെയാണ് ഓൺലൈനിൽ കുർബാന കാണുമ്പോൾ. അനുവദനീയമായ സമയമുണ്ട് ഓൺലൈനിൽ കുർബാനയ്ക്ക്. എപ്പോഴാണ്? ശാരീരികമായി എനിക്ക് ദേവാലയത്തിൽ വന്ന് ഈശോയുടെ അടുത്തിരുന്ന് കുർബാനയിൽ പങ്കെടുത്ത് കുർബാന അർപ്പിച്ച് തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കാൻ സാധിക്കാത്ത അവസ്ഥയിൽ മാത്രമേ ഇതിന് അനുവാദമുള്ളൂ. കൊറോണ കാലത്തും അത് തന്നെയാണ് സംഭവിച്ചത്. നമുക്ക് സമ്പർക്കത്തിന് അനുവാദമില്ലായിരുന്നു, തിരുസഭ അനുവദിച്ചു. ഇന്ന് അതെല്ലാം മുതൽക്കൂട്ടാക്കി മക്കളിരിക്കുകയാണ് വീടുകളിൽ. ഓൺലൈനിൽ കുർബാന കണ്ടോളാം. അപകടം പതിയെ കുടുംബത്തിലേക്ക് കയറി വരും. കാരണം അതിന് കാരണമുണ്ട്. പഞ്ചസാര എന്താന്ന് പറഞ്ഞു കൊടുത്താൽ മാത്രം പോരാ, അത് അനുഭവമാക്കണം. നാവിലിട്ട് രുചിച്ചു നോക്കിയെങ്കിൽ മാത്രമേ അത് അനുഭവമാവുകയുള്ളൂ. മുഴുവൻ കുർബാനയിൽ പങ്കെടുക്കണമെന്ന് നമ്മൾ പറയും. എന്തിനു വേണ്ടിയിട്ടാണ്? വൈദികൻ ഓസ്തിയും വീഞ്ഞും എടുത്ത് ആശീർവദിക്കാനായി ഒരുക്കുന്നുണ്ട്. ഇത് എപ്പോഴാണ് തിരുശരീരവും തിരുരക്തവുമായിട്ട് മാറുന്നത്? ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് തുടക്കം മുതൽ അവസാനം വരെ തിരുവലിയിൽ പങ്കെടുക്കണമെന്ന് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഓൺലൈനിൽ കുർബാന കണ്ടാൽ പോരെയെന്ന്. ഇന്നത്തെ ബ്ലാക്ക് മാസിന് വേണ്ടി ഉപയോഗിക്കുന്ന തിരുവോസ്തികൾക്ക് വേണ്ടി എന്തുമാത്രം ദൂരം നടന്നാണ് ഓരോ വ്യക്തികളും ദേവാലയത്തിൽ കാത്തു നിൽക്കുന്നറിയാമോ? ബ്രോഡ്വേയിൽ എറണാകുളത്തുള്ള മൂക്കന്നൂർ കടയിലോ അല്ലെങ്കിൽ മാർ ലൂയിസിന്റെ കടയിലോ അല്ലെങ്കിൽ സെന്റ് പോൾസിലോ പോയി ഓസ്തി വാങ്ങിച്ചു കൊണ്ടുപോയ പോരെ? അതുകൊണ്ടൊന്നും ഒരു ഫലമില്ല. ആശീർവദിച്ച ഓസ്തി തിരുവോസ്തി തന്നെ വേണം. അതിന് സാത്താൻ അറിയാം അതിന്റെ ശക്തി എന്താണ്, നമുക്കറിയില്ല, വിലയറിയില്ല അതിന്. ഈശോയുടെ തിരുരക്തത്തിന്റെയും തിരുശരീരത്തിന്റെയും
വിലയറിയുന്ന മക്കളാണ് ഈ ഇരിക്കുന്നവരെല്ലാം. ഞാൻ വിശ്വസിക്കാറുണ്ട്. ഇതിൽ പങ്കെടുക്കാൻ വൈമനസ്യം കാണിക്കുന്ന മക്കൾക്ക് ഇതിന്റെ വില പറഞ്ഞു കൊടുക്കണം. മാതാപിതാക്കളായ നമ്മുടെയൊക്കെ കടമയാണത്, ഈ വില പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. ഈ കുർബാന യോഗ്യതയോടുകൂടി സ്വീകരിക്കാനായിട്ട് വിശുദ്ധ പൗസ്തീൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. ഞാൻ അല്പം മുമ്പ് ആവർത്തിച്ചതാണ്. ഈശോയുടെ തിരുരക്തത്തിന് എന്നേരവും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ എന്ന്. ഇന്നിവിടെ തിരുരക്ത ജപമാല അർപ്പിക്കുകയുണ്ട്. അതുപോലെ തന്നെ തിരുമുഖ ജപമാലയുണ്ട്. അതുപോലെ തന്നെ തിരുമുറിവുകളുടെ ജപമാലയുണ്ട്. ഇതെല്ലാം സൂചിപ്പിക്കുന്ന ഈശോയുടെ തിരുരക്തത്തിലൂടെ നമുക്ക് നൽകിയ സ്നേഹത്തെ കുറിച്ചാണ്. ഗത്സമയീൻ തോട്ടം മുതൽ ഗാഗുൽത്തായുടെ നെറുക വരെ ഈശോ എത്രമാത്രം രക്തത്തുള്ളികൾ ചിന്തിയിട്ടെന്ന് ആർക്കും പറയാൻ സാധിക്കൂ? ആ ദേഹത്ത് വീണ മുറിപ്പാടുകളുടെ എണ്ണം ആർക്കെങ്കിലും അറിയാമോ? പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, അതിലെ ഒരു രക്തത്തുള്ളി എനിക്ക് വേണ്ടിയിട്ടാണ്. അത് ഏത് രക്തത്തുള്ളിയാണെന്ന് എനിക്കറിയില്ല. ഒരു രക്തത്തുള്ളി എന്നെ രക്ഷിക്കാൻ വേണ്ടി, എന്നെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി എനിക്ക് ചിന്തിയ രക്തത്തുള്ളിയാണ്. ആ രക്തത്തുള്ളി ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് ഓരോ ദിവസവും ഈശോയുടെ തിരുരക്തത്താൽ കഴുകപ്പെടണം. വിശുദ്ധ കൂദാശകൾ സ്നേഹത്തോടെ സ്വീകരിക്കണം. കുംഭസാരം ഒരു കടന്നുപോകലാകരുത്. ഒരുക്കത്തോടെ കുംഭസാരത്തിൽ പങ്കെടുക്കണം. ഒരു വ്യക്തി വൃത്തിയായി കുംഭസാരിച്ച് ഈശോയുടെ തിരുശരീരവും തിരുരക്തവും സ്വീകരിച്ചാൽ മാനസാന്തരം ഉറപ്പാണ്. ഈശോയുടെ ചങ്കിലെ ചൂട് അനുഭവിക്കാനായിട്ട് സാധിക്കും നമുക്ക്. കുഞ്ഞുമക്കൾക്ക് പറഞ്ഞു കൊടുക്കണം, സ്കൂളിൽ പോകുന്നു, സമയമില്ല, ജോലിക്ക് പോയി തിരിച്ചു വരുവാൻ ഒത്തിരിയേറെ വഴുകുന്നു, ഒത്തിരിയേറെ ഒഴിവഴിവുകളുണ്ട്. എന്നാൽ സാധിക്കുന്ന ദിവസങ്ങളുണ്ടല്ലോ നമുക്ക്. അന്ന് ഉറങ്ങാൻ സമയം കണ്ടെത്താതെ ഈ ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് ഓർത്ത് ദേവാലയത്തിലേക്ക് കടന്നു വന്ന് ഈശോയോട് നന്ദി പറയണം. നമുക്കറിയില്ല നമ്മൾ എന്താ തിരിച്ചു പോകേണ്ടത്. നിത്യജീവൻ ഒരുക്കിക്കൊണ്ട് ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കുന്നതിന് വേണ്ടി ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും. ഈശോ സ്ഥലം ഒരുക്കി കഴിഞ്ഞപ്പോൾ വരും നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാൻ. നാം ഒരുക്കത്തോടെയാണോ എന്ന് ചിന്തിക്കണം. ഓരോ ദിവസവും ഒരുങ്ങണം. കുടുംബ പ്രാർത്ഥന ഒരുമിച്ച് ചെല്ലണം, ഒരുമിച്ച് ഭക്ഷിക്കണം. കുടുംബ പ്രാർത്ഥനയിൽ മക്കള് കാർന്നോമാരിൽ നിന്ന് അല്ലെങ്കിൽ മാതാപിതാക്കളിൽ നിന്ന് ആ വിശ്വാസം സ്വീകരിച്ച് ആഴമായ വിശ്വാസത്തിൽ വളരുമ്പോൾ അവർ പോകുന്ന സ്ഥലത്ത് ഒന്നും സംഭവിക്കില്ല. അവരെ തമ്പുരാൻ കാത്തുള്ളൂ. അൾത്താരയിൽ അള്ളി പിടിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമായിരിക്കണം അവർക്കുണ്ടായിരിക്കേണ്ടത്. വിശുദ്ധ പൗലോസ് കൊറിന്ത്യർക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം 27 മുതൽ 30 വരെ തിരുവചനം ഇതിന് മറുപടിയായി നൽകുന്നുണ്ട്. തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിന്റെ അപ്പം ഭക്ഷിക്കുകയോ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയോ ചെയ്താൽ അവൻ കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനും എതിരായിട്ടാണ് തെറ്റ് ചെയ്യുന്നത്. വിശുദ്ധ പൗലോസ് കൊറിന്ത്യർക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം 27 മുതൽ 30 വരെ തിരുവചനം. വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ബാക്കി ഒന്ന് വായിച്ചു വെക്കിയത് അതിന്റെ ഭവിഷ്യത്ത് ഓർക്കുമ്പോൾ നമുക്ക് സങ്കടം വരും. എന്താണ് ഈ അയോഗ്യതകൾ? നമുക്കൊന്നും ഒരു യോഗ്യതയുണ്ടോ ഈ ഈശോയുടെ തിരുശരീരവും രക്തവും സ്വീകരിക്കാൻ? അയോഗ്യതകൾ ചെറുതൊന്നുമല്ല. ഞാനെന്ന ഭാവം, എനിക്കൊരു തെറ്റുമില്ല, അഹങ്കാരം, അസൂയ, വെറുപ്പ്, വിദ്വേഷം, മാതാപിതാക്കളോട് പെരുമാറുന്ന രീതിയിലുള്ള വ്യത്യാസം, മര്യാദയില്ലാതെ പെരുമാറുക, കരുണയില്ലാതെ പെരുമാറുക, മക്കളോട് സ്നേഹം കാണിക്കാതിരിക്കുക, എന്ത് വേണമെങ്കിലും ഇതിനോട് നമുക്ക് കൂട്ടിച്ചേർക്കാം. ജീവിതാന്തസ്സിന് യോജിച്ച രീതിയിൽ ജീവിക്കാതിരിക്കുക, വിശ്വസ്തത, ദാമ്പത്തികമായ അവിശ്വസ്തത, ഇതെല്ലാം അയോഗ്യതകളാണ്. ഈ അയോഗ്യതകളെല്ലാം എങ്ങനെയാണ് പരിഹരിക്കപ്പെടുന്നത്? ഈശോയുടെ തിരുരക്തത്താൽ മാത്രമേ ഈ അയോഗ്യതകൾ പരിഹരിക്കാൻ പറ്റുകയുള്ളൂ. കുടുംബത്തിൽ സമാധാനമില്ല, എന്ത് ചെയ്യണം? കുടുംബത്തിൽ സമാധാനം വേണമെങ്കിൽ ഈശോയോട് പ്രാർത്ഥിക്കണം. ഈശോയുടെ തിരുരക്തമേ എൻ്റെ കുടുംബത്തിലെ അസമാധാനത്തെ കഴുകി സമാധാനം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. വ്യക്തിപരമായ ജീവിതത്തിൽ അസൂയ തോന്നുന്നു, വളരെ അഹങ്കാരം, കോപം, ദേഷ്യം,
എപ്പോഴും എല്ലാവരോടും ദേഷ്യമാണ്, ഒന്നിനോടും ഒരു സ്നേഹം തോന്നാത്ത അവസ്ഥ. അങ്ങനെയുണ്ടെങ്കിൽ പ്രാർത്ഥിക്കണം, ഈശോയുടെ തിരുരക്തമേ എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ, എൻ്റെ ചിന്തകളെ വാക്കുകളെ എല്ലാം കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. വീണ്ടും എന്ത് ചെയ്താലും കുടുംബത്തിൽ തകർച്ച, ഒരു ഉയർച്ചയുമില്ല. ജീവിത മേഖലകളിൽ ഈ പ്രവൃത്തി ചെയ്യുന്ന മേഖലകളിലൊന്നും ഒരു സന്തോഷമില്ല. പ്രാർത്ഥിക്കണം, ഈശോയുടെ തിരുരക്തമേ പ്രത്യാശ കൊണ്ട് എന്നെ നിറയ്ക്കണമേ എന്ന്. കുടുംബത്തിൽ എപ്പോഴും രോഗമാണ്, ജോലി ചെയ്യുന്ന പൈസ അതിന് മാത്രമേ ഉള്ളൂ. ഒരു രോഗം കഴിയുമ്പോൾ മറ്റൊരു രോഗം, ഇതിന് മാത്രം ചെലവഴിക്കാനേ പണിയെടുക്കുന്ന പൈസ കൊണ്ട് നമുക്ക് പറ്റുള്ളൂ. പ്രാർത്ഥിക്കണം, ഈശോയുടെ തിരുരക്തമേ അല്ലെ ദിവ്യവൈദ്യനായ ഈശോയെ എൻ്റെ കുടുംബത്തെയും എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കണം. ജീവിതത്തിൽ ചെയ്തു കൂട്ടുന്നതെല്ലാം തെറ്റാണെന്നറിയാം, പക്ഷെ അതിൽ മാറാൻ നമുക്ക് പറ്റുന്നില്ല. ഈശോയോട് പ്രാർത്ഥിക്കണം, നേർവഴിക്ക് നയിക്കുന്ന ഈശോയെ എന്നെ നേരായ വഴിയിലൂടെ നയിക്കണമേ. ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ, കുഞ്ഞുമക്കൾ എക്സാം എഴുതാൻ പോകുമ്പോൾ, ഇന്റർവ്യൂവിന് പോകുമ്പോൾ, ഒരു പുതിയ സംരംഭം തുടങ്ങുമ്പോഴെല്ലാം ഈശോയോട് പ്രാർത്ഥിക്കണം. എന്താണ് നമ്മൾ പറയും, ഇത് നടന്നു കിട്ടുകയാണെങ്കിൽ 10 മെഴുകുതിരി കത്തിച്ചേക്കാം, അല്ലെ, അല്ലെങ്കിൽ നൊവേനയെ പങ്കെടുത്തേക്കാം. ഇതിനുപരി ഈശോയോട് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈശോയെ അങ്ങേ ഹിതപ്രകാരം ഇത് ചെയ്യുവാൻ അവിടുത്തെ തിരുരക്തത്താൽ അഭിഷേകം ചെയ്ത് ജ്ഞാനം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. ജ്ഞാനം നിറയുമ്പോൾ ജീവിതത്തിലുള്ള നന്മതിന്മകളെ തിരിച്ചറിയാനുള്ള വിവേകം നമുക്ക് ലഭിക്കും. വീണ്ടും കുദാശകളിൽ ഒന്നും വിശ്വാസമില്ല, കുർബാനയിൽ വിശ്വാസമില്ല, കുമ്പസാരത്തിൽ വിശ്വാസമില്ല. എല്ലാവരും വരുന്നു, ഞാനും വരുന്നു കുർബാനയ്ക്ക്, എല്ലാവരും കുമ്പസാരിക്കുന്നു, ഞാനും കുമ്പസാരിക്കുന്നു. കുർബാന സ്വീകരിക്കുന്നു, ഞാൻ സ്വീകരിക്കാതിരുന്നാൽ മറ്റുള്ളവർക്ക് എന്ത് തോന്നും? ഇങ്ങനെ ഓർത്ത് കുർബാന സ്വീകരിക്കുന്നു. വളരെ മാരകമായ പാപമാണ് നാം ചെയ്യുന്നത്. ഈശോയോട് പറയണം അങ്ങനെയുള്ള സമയത്ത്, ഈശോയുടെ തിരുരക്തമേ എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. അവസാനമായി ഈശോയുടെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ ഇന്നിൻ്റെ ഈ ദിവസത്തെ പ്രത്യേക നിയോഗമായ മാനസാന്തരം നമ്മുടെ ഹൃദയത്തിൽ സംഭവിക്കുകയാണ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ മാനസാന്തരം സംഭവിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിന് സമാധാനം നിറയും, സന്തോഷം നിറയും, ഐശ്വര്യം നിറയും. നമ്മൾ ചെല്ലുന്നിടമെല്ലാം അനുഗ്രഹമായി മാറും. നമ്മുടെ കുറവുകളെയെല്ലാം തമ്പുരാൻ നിറവുകളാക്കി മാറ്റും. ജീവിത പങ്കാളിയോട് സ്നേഹത്തോടെ സംസാരിക്കാൻ നമുക്ക് സാധിക്കും. മക്കളെ ചങ്കോട് ചേർത്ത് സ്നേഹിക്കാൻ പറ്റും. പ്രവൃത്തി മേഖലകളിൽ നീതിപൂർവം, ഒരു അനീതിയും കാണിക്കാതെ നീതിപൂർവം പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായിരിക്കാം. ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്കെല്ലാം അറിവുള്ള വാഴ്ത്തപ്പെട്ട കാർലോ അക്വിറ്റിസ് വെബ്സൈറ്റ് ഡിസൈനറാണ്. ആ മകൻ ചെയ്തത് എന്താ? കമ്പ്യൂട്ടറിലൂടെ ഈശോയെ ലോകത്തിന് പരിചയപ്പെടുത്തുന്നു. ഈശോയുടെ സ്നേഹം ലോകം മുഴുവൻ അറിയിക്കുന്നു. കൽക്കട്ടയിലെ വാഴ്ത്തപ്പെട്ട മദർ തെരേസയെ വളരെ ഇഷ്ടമായിരുന്നു കാർലോ അക്വിറ്റിസിന്. കാർലോ പറയുകയാണ്, നിങ്ങൾ ഈശോയെ സ്നേഹിക്കാൻ, ഈശോയുടെ മുഖം ദർശിക്കാൻ. കാരണം മദർ തെരേസ ചെയ്തത് മറ്റുള്ളവരിൽ ഈശോയുടെ മുഖം ദർശിക്കുകയായിരുന്നു. ആ ഈശോയുടെ മുഖം ദർശിക്കാൻ കൽക്കട്ടയ്ക്ക് പോകണ്ട, നിങ്ങളുടെ കുടുംബത്തിൽ നോക്കിയാൽ മതി. ആ ചേരിയിൽ പുഴുവലിക്കുന്ന മാനസിക അവസ്ഥയുള്ള കുടുംബാംഗങ്ങളുടെ കൂടിയാണ് നാം ജീവിക്കുന്നത്. ആരും പുറത്ത് പറയുന്നില്ലാന്നേ ഉള്ളൂ. പലവിധ മുറിവുകളേറ്റ് ആരോടും സംസാരിക്കാൻ പറ്റാതെ എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാൽ മതി, എന്തിന് ഞാൻ ജീവിക്കുന്നു എന്ന് പ്രതീക്ഷിച്ച് എന്നോർത്ത് വിഷമിച്ച് ജീവിക്കുന്ന സമൂഹാംഗങ്ങളുടെ കൂടെ അല്ലെങ്കിൽ മക്കളുടെ കൂടെ നമ്മൾ ജീവിക്കുന്നത്. എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്, എങ്കിലും ഞാൻ പറഞ്ഞു വെക്കുകയാണ്. ഈശോയുടെ തിരുരക്തത്താൽ ഇവരെയൊക്കെ കഴുകി വിശുദ്ധീകരിച്ചുകൊണ്ട് സമാധാനം കൊണ്ട് സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാ നെഗറ്റീവ് ചിന്തകളെയും പോസിറ്റീവ് ചിന്തകളാക്കി മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെ ഈ തണ്ണീർമുക്കം ഇടവക ദേവാലയത്തിലെ ബലിപീഠം ഈ ഇടവക കൂട്ടായ്മയിലെ ഓരോ മക്കളെയും ആകർഷിക്കട്ടെ. ഈ അൾത്താരയ്ക്ക് ചുറ്റും വന്ന് ഈശോയുടെ തിരുരക്തത്താൽ പൊതിയപ്പെട്ട് തിരുരക്ത അഭിഷേകത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട് കഴുകി
സ്നേഹം കൊണ്ട് ബലിയർപ്പിക്കുവാൻ, സ്നേഹത്തോടെ കുടുംബത്തിലായിരിക്കുവാൻ, കുടുംബ പ്രാർത്ഥന ചൊല്ലുവാൻ, സ്നേഹത്തോടെ ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ നിത്യജീവന് വേണ്ടി അധ്വാനിക്കുവാൻ എല്ലാ മക്കൾക്കും, പ്രത്യേകിച്ച് ഈ ഇടവക സമൂഹത്തിലെ ഓരോ മക്കൾക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ തിരുരക്തത്തിൻ്റെ തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഓരോരുത്തർക്കും നേർന്നുകൊണ്ട് തിരുരക്ത സമൂഹത്തിലെ സഹോദരിമാരായ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമേ എന്ന് യാചിച്ചുകൊണ്ട് ഈശോയുടെ തിരുരക്തത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.